കണ്ണൂരിൽ എം വിജിൻ എംഎൽഎയുമായി തർക്കത്തിലേർപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യത. എംഎൽഎയോട് മോശമായി പെരുമാറിയ എസ്ഐക്കെതിരെ നടപടി വേണമെന്നാണ് സിപിഎം നിലപാട്. അതേസമയം കണ്ണൂർ ടൗൺ എസ്ഐക്കെതിരായ എംഎൽഎയുടെ പരാതി ഡിവൈഎഫ്ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും അന്വേഷിക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. എന്തായാലും ഈ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അന്ന് എം വിജിൻ എംഎൽഎയുമായിട്ട് ഈ രീതിയിലൊരു തർക്കത്തിലേക്ക് പോയത് അത് എംഎൽഎ മനഃപൂർവ്വം അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദ്യോഗസ്ഥൻ പെരുമാറിയത് വളരെ മോശമായിട്ടാണ് തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ LDF കൺവീനറായ EP ജയരാജൻ അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുണ്ട്. പരസ്യമായി ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെ EP ജയരാജൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥൻ പോലീസിന്റെ അപമര്യാദയെ പെരുമാറിയത് അവർ ഗുരുതരമായ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ രീതിയിൽ ഈ എസ്ഐക്കെതിരെ ടൗൺ എസ്ഐക്കെതിരെ എം വിജിൻ എംഎൽഎ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനായിട്ട് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയും ഈ വിഷയത്തിൽ കണ്ണൂർ പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തായാലും നടപടി സ്വീകരിക്കാതെ CPM നേതാക്കൾ പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകേണ്ട സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകും. വകുപ്പ് തല നടപടികൾ ഇപ്പോൾ ഈ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണത്തിന് ശേഷമായിരിക്കും ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരിക. പക്ഷേ LDF കൺവീനർ അടക്കമുള്ളവർ ഈ രീതിയിലുള്ള പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്തായാലും നടപടി ഉണ്ടാകും. അതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും പരിഗണിക്കപ്പെടുക. പക്ഷേ അതിൽ എന്തായാലും ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ എം വിജിൻ എംഎൽഎ നൽകിയ പരാതിയിൽ ഈ കണ്ണൂർ ടൗൺ എസ്ഐക്കെതിരെയുള്ള അന്വേഷണത്തിന് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പരാതി അന്വേഷിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ അന്വേഷണത്തിന് ശേഷമായിരിക്കും എന്തായിരിക്കും ഈ നടപടി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. വിജിൻ എസ്ഐ തർക്കമെന്ന് പറയുമ്പോൾ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമുള്ള ഒരു പ്രവൃത്തിയാണെന്ന് കൂടി പറയുന്നുണ്ടല്ലോ. അതായത് അന്ന് വീഴ്ച വരുത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് LDF കൺവീനർ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് നേഴ്സുമാരടക്കമുള്ളവർ ഇങ്ങനെ ഈ അവിടുത്തെ കണ്ണൂർ ടൗൺ ഈ സിവിൽ സ്റ്റേഷൻ വളപ്പിലേക്ക് മാർച്ച് നടത്തിയ സംഭവത്തിൽ പോലീസിന് കൃത്യമായ വീഴ്ച വന്നിരുന്നു. അന്ന് സിവിൽ സ്റ്റേഷൻ വളപ്പിനുള്ളിലേക്ക് ഈ സമരക്കാർ പ്രവേശിക്കുന്നത് തടയാനടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ വന്ന വീഴ്ച മറയ്ക്കാൻ വേണ്ടി അത് MLAക്കെതിരെ കയർക്കുന്ന രീതിയിലേക്കാണ് അന്ന് ടൗൺ SI പോയത് എന്നുള്ളതാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. അന്നുണ്ടായ വീഴ്ച മറച്ചുവെക്കാൻ പ്രകോപനമുണ്ടാക്കിയത് പോലീസാണ്. പ്രതിപക്ഷത്തിന് വടി കൊടുക്കുന്ന നിലപാടാണ് പോലീസ് എടുത്തു ചോദിച്ചത്. MLAയുടെ പേര് ചോദിച്ചതൊക്കെ പരിഹാസ്യമായ നിലപാടുകളാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് EP ജയരാജൻ അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നത്. കൃത്യമായി എം വിജിൻ എംഎൽഎയും പോലീസുമായിട്ട് അന്നുണ്ടായ തർക്കത്തിന് അതിൽ പോലീസുകാർ മാത്രമാണ് ഉത്തരവാദികൾ. എം വിജിൻ എംഎൽഎക്ക് അതിൽ കൃത്യമായ ഒരു ബാധ്യതയുമില്ല. അദ്ദേഹത്തിന് നേരിട്ടത് അദ്ദേഹത്തെ മനഃപൂർവ്വം അവമാനിക്കാനുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ പോലീസ് തയ്യാറായത് കൃത്യമായ ഈ പറഞ്ഞ രീതിയിൽ അവർക്കുണ്ടായ വീഴ്ച, ഈ കണ്ണൂർ ടൗൺ SI അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ച അത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലുള്ള ആരോപണമാണ് CPM നേതാക്കൾ നടത്തുന്നത്. അതായത് പൂർണ്ണമായും SIയുടെ മുകളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു SIയും ഒരു MLAയും തമ്മിൽ നടു റോഡിൽ തർക്കമുണ്ടാകുന്നത് അത് വലിയ മാധ്യമങ്ങളിലടക്കം ലൈവായി കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് പാർട്ടിക്കും പോലീസ് സംവിധാനത്തിനും ഒരു നാണക്കേട് ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി CPM നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയം അത് ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിരുന്നു. MLA പരസ്യമായി പോലീസുകാരുടെ നേർക്ക് വളരെ ഉച്ചത്തിൽ കയർക്കുന്നു. പോലീസുകാർ തിരിച്ച് സംസാരിക്കുന്നു. അതിനിടയിൽ തന്നെയാണ് MLA ആരാണെന്ന് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർക്ക് MLAയുടെ പേര് പോലും അറിയാത്തൊരു സാഹചര്യം. അങ്ങനെ മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി തന്നെയാണ് CPM നേതാക്കൾ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് MLA സംരക്ഷിക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കുക, നാണക്കേടിൽ നിന്ന് രക്ഷ നേടുക എന്നൊരു നിലപാടിലേക്ക് പാർട്ടി പോയിരിക്കുന്നത്. ആ നിർദ്ദേശം തന്നെയാണ് പോലീസിനും നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഈ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ SIക്കെതിരെയുള്ള വകുപ്പ് തല നടപടികൾ എന്തായാലും ഉണ്ടാകുക. എന്തായാലും വീഴ്ച വരുത്തിയത് SI ആണെന്ന രീതിയിൽ LDF കൺവീനർ അടക്കമുള്ള തന്നെ പരാമർശം നടത്തിയത് അത് പൂർണ്ണമായും MLA സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ആ വിഷയത്തിൽ MLA കുറ്റക്കാരനല്ല എന്ന രീതിയിൽ വരുത്തി തീർക്കുക എന്നൊരു ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും കണ്ണൂരിൽ എം വിജിൻ എംഎൽഎയുമായിട്ടുള്ള തർക്കത്തിൽ ഏർപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ട്. MLAയോട് മോശമായി പെരുമാറിയ SIക്കെതിരെ നടപടി വേണമെന്നാണ് CPMന്റെ നിലപാട്. അതേസമയം കണ്ണൂർ ടൗൺ SIക്കെതിരായ MLAയുടെ പരാതി DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും അന്വേഷിക്കും. വിശദാംശങ്ങൾ നൽകിയതായിരുന്നു പ്രജിത് മോഹനൻ.